മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. ഇത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്നും ഇതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നിന്നാണ് നാം നമ്മുടെ എല്ലാ ജീവിതവും തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും. ഇവിടെ തന്നെയാണ് നാം നമ്മുടെ ജീവിതം അവസാനിക്കുന്നതും. ഇതിനിടയിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിത മാറ്റങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ദുഃഖവും ജീവിത പുരോഗതിയും എല്ലാം ഈ ഒരു വീട്ടിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു പ്രദേശത്ത് പോയാലും നമ്മുടെ അടിസ്ഥാനം നമ്മുടെ വീടും കുടുംബവും തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ വീട്, സ്ഥലം, കുടുംബം എന്നിവയ്ക്ക് വളരെയധികം അടുത്തു നിൽക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മളിൽ നിന്ന് അന്യമായിട്ടല്ല, നമ്മളിൽ നിന്ന് തന്നെ അത് കുടികൊള്ളുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്രം. എന്തുകൊണ്ടോ ഈ ശാസ്ത്രത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുത്തില്ല. ഇതിൽ നമ്മൾ വിഭൂകരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സ്വരുക്കൂട്ടി വച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ സ്വപ്നം തന്നെയാണ് വീട്, നമ്മുടെ ഒരു ഭൂമി എന്നുള്ളത്. ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ട് നാം നിർമ്മിക്കുന്ന ആ വീട്ടിൽ നമുക്ക് സുഖവും സന്തോഷവും പുരോഗതിയും എനർജിയും സമൃദ്ധിയും ഇല്ല എങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഇത്രയും പണം ചെലവാക്കി? എന്തുകൊണ്ടോ ചിലവരത് നന്നാവും, ചിലവരത് നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ചില നിർമ്മാണങ്ങളൊക്കെ ശരിയായി വരാറുണ്ട്. അത് നമ്മുടെ വാസ്തു നിയമ പ്രകാരം അങ്ങനെ ആയി വരാറുണ്ട് ചില വീടുകൾ. അത് അവരുടെ വലിയ യോഗം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പക്ഷേ നമ്മളൊരു സ്ഥലമൊരുക്കുമ്പോൾ വീടുണ്ടാക്കുമ്പോൾ ഇത്രയും ലക്ഷം ചെലവാക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാസ്തുശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിച്ചുകൂടാ? എന്താണ് നമ്മൾക്കതിൽ മടി? എന്തിനാണ് നമുക്കതിനോട് വിരോധം? അതിൽ യാതൊരുവിധ വിശ്വാസത്തിൻ്റെയോ ജാതി മത മറ്റു ആചാര അനുഷ്ഠാനത്തിൻ്റെയോ അത്തരത്തിൻ്റെ യാതൊരുവിധ നൂലാമാലകളോ ഇല്ലാത്ത ഒരു സംവിധാനമാണ് വാസ്തുശാസ്ത്രം. ഈ വാസ്തുശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഭൂമി, അതിൻ്റെ 8 ദിക്കുകൾ, അതുപോലെ അതിൻ്റെ മറ്റു മധ്യസ്ഥാനം, അതുപോലെ നമ്മുടെ ആ വീടിൻ്റെ 8 ദിക്കുകൾ, മധ്യസ്ഥാനം, അതുപോലെ 53 സ്ഥാനങ്ങൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള എന്നാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ശാസ്ത്ര വിദ്യയാണ് വാസ്തുശാസ്ത്രമെന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം മറ്റു ജ്യോതിഷം പോലെയോ മറ്റുള്ള ശാസ്ത്രങ്ങൾ പോലെയോ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മേഖലയാണ്. നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കി നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നിർമ്മാണ സമയത്തായാലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി റെമഡികൾ ചെയ്ത് വാസ്തു നിയമത്തിനനുസൃതമായിട്ട് നമുക്ക് വീട് വയ്ക്കാനും സ്ഥലമൊരുക്കാനും അതിൽ ജീവിക്കാനും ആ വീടിനുള്ളിലെ സംവിധാനങ്ങളും അറേഞ്ച്മെൻറ്റുകളൊക്കെ നമുക്ക് ചെയ്യാം.
കാരണം ഒരു ഭൂമി പരിശുദ്ധമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അതുപോലെ പരിശുദ്ധമായിട്ടൊരു കുട്ടി ജനിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ പിന്നെ ആ കുട്ടിയിൽ നമ്മൾ സംസ്കാരത്തിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ ജോലി, വിവാഹം, അങ്ങനെ പലതരം അറേഞ്ച്മെൻറ്റുകൾ ചെയ്ത് ആ വ്യക്തിയുടെ ജീവിതം സമ്പുഷ്ടമാക്കുകയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിലും അതിൻ്റെ സംസ്കാരത്തിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റിലും അതിൻ്റെ ആ കുട്ടിയുടെ ഭക്ഷണ കാര്യത്തിലും ആ കുട്ടിയുടെ വസ്ത്രകാര്യത്തിലും അതുപോലെ ആ കുട്ടിയുടെ രോഗത്തിൻ്റെ ചികിത്സയുടെ കാര്യത്തിലും ആ കുട്ടിയുടെ വിവാഹത്തിലും ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ജോലിയിലും എല്ലാ മേഖലകളിലും അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു ഭൂമിയിൽ വീട് വയ്ക്കുമ്പോൾ പലതരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിരിക്കണം. ഈ അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് യോജിച്ചതല്ലെങ്കിൽ, നമുക്ക് പുരോഗതിയില്ലെങ്കിൽ ആ ഒരു വ്യക്തി അവസാനം ജീവിതത്തിൽ പരാജയപ്പെടുന്നത് പോലെ ആ വീടും അവസാനം ജീവിതത്തിൽ നമുക്ക് പരാജയം കൊണ്ട് തരും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം. കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക കാര്യം മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കതിലൊരു പിന്തിരിപ്പൻ ചിന്താഗതി വന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നതും പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നുമെന്നുള്ള ചിന്തകളും ഒക്കെ നമ്മളിലേക്ക് കൂടി ഈ ശാസ്ത്രത്തെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മളിത് തീർച്ചയായിട്ടും ഈ ഒരു വാസ്തുശാസ്ത്രം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ദിക്കുകളെ, അഷ്ടദിക്പാലകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും സർവ്വഗുണങ്ങളും സർവ്വ ആരോഗ്യത്തോടും കൂടി ദീർഘകാലം ജീവിക്കാൻ, അതുപോലെ ഭാവിയിലും പുരോഗതി ഉണ്ടാകാൻ മക്കൾക്കും എല്ലാവർക്കും അവിടെ ഇരുന്ന് ജീവിതം പുരോഗതിയിലേക്ക് വരുത്താനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെ കാര്യത്തിലും, ക്ഷേത്രങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളായാലും ഏത് തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളായാലും ഇതിലൊക്കെ വാസ്തുപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവും നല്ല രീതിയിൽ നടത്താവുന്നതാണ്. ഏറ്റവും നമുക്കതിലൊരു ഉദാഹരണമായി 1000, 1500 കൊല്ലം, 3000, 5000 കൊല്ലങ്ങളൊക്കെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളും ഇല്ലങ്ങളും വീടുകളും നിർമ്മാണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് കാണാൻ സാധിക്കുന്നതല്ലേ. നമ്മൾ ഈ ഭാരതത്തിൽ തന്നെ എത്രയോ വലിയ വലിയ നിർമ്മിതികൾ നമ്മൾ കണ്ടിരിക്കുന്നു. അത്ഭുതകരമായിട്ട് ഇപ്പോഴും നമ്മളതിനെ അത്ഭുതങ്ങളായിട്ട് നോക്കിക്കാണാറില്ലേ. അതൊക്കെ വാസ്തുശാസ്ത്രത്തിൻ്റെ തനിമയാണ് കാണുന്നത്. ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യവും അവിടെ നിന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് സമാധാനവും ഉണ്ടാകുന്നു? അപ്പം അത് ഈ അടിസ്ഥാനപരമായിട്ടും ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ വാസ്തുശാസ്ത്രം അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്ഥലത്തും കൊണ്ടുവന്നാൽ എത്രയോ ഐശ്വര്യമായിരിക്കുമെന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പം എല്ലാവരും ഈ വാസ്തുശാസ്ത്രത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.